കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയെ പരസ്യമായിട്ട് വെല്ലുവിളിച്ച പാർട്ടിക്കെതിരെ എന്താ ജനപിന്തുണയോടെ യുദ്ധം ചെയ്ത് പാർട്ടി കോട്ടയിൽ ജയിച്ചിട്ട് നിൽക്കുകയാണ്. എന്ത് തോന്നുന്നു? പാർട്ടിയെ വെല്ലുവിളിക്കാൻ ഞാൻ സന്നദ്ധനായതല്ല. ഇതിന് പാർട്ടി എന്നെ നിർബന്ധിച്ചതാണ്. ഞാനിങ്ങനൊരു മത്സരിക്കാനേ ഉദ്ദേശിച്ചതായിരുന്നില്ല. പാർട്ടി മറ്റൊരാളെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരുന്നതെങ്കിൽ ഞാൻ മത്സരരംഗത്ത് വരുമായിരുന്നില്ല. ഞാനിതിനു മുമ്പ് ഒരു തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പാർട്ടിക്കകത്ത് പാർട്ടിയുടെ അപജയത്തിനെതിരായി ഒരു പോരാട്ടം ഉയർത്തിക്കൊണ്ടുവന്നു. 5 വർഷക്കാലം തുടർന്നു. പക്ഷേ പാർട്ടിയിൽ നിന്ന് നീതി ലഭിച്ചില്ല എന്നതുകൊണ്ട് അത് ജനങ്ങളോട് പരസ്യമായി പറയാൻ നിർബന്ധിതമായി. അപ്പോൾ അതിനൊരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചു. അപ്പം അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ഒരു ഇൻ്റർവ്യൂ മാധ്യമത്തിന് നൽകി. അതോടുകൂടിയാണ് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. പുറത്താക്കിയ ശേഷം തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇയാളല്ല മറ്റൊരാളാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഞാൻ മത്സരിക്കില്ല എന്ന് നേതാക്കന്മാർക്ക് വിവരം ലഭിക്കത്തക്ക രീതിയിൽ ഞാൻ പലരോടും പറഞ്ഞിരുന്നു. പക്ഷേ ഇയാളെ തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. അത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന ഒരു അഭിപ്രായത്തിലാണ് ഞാൻ എത്തിച്ചേർന്നത്. അതുകൊണ്ടാണ് സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുമാനിച്ചത്. അതൊരു പ്രതിഷേധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമരത്തിൻ്റെ ഭാഗമായിരുന്നു. അതല്ലാതെ ജയിക്കുമെന്നോ ഒന്നുള്ള ധാരണയിലല്ല. കാരണം അങ്ങനെ ജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലമല്ല അത്. CPM ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യോജിച്ചാലും CPM ഒറ്റയ്ക്ക് ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലമാണ് പയ്യന്നൂർ. കഴിഞ്ഞ തവണ 500,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് CPM ജയിച്ചത്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഈ 600,000 വോട്ട് മറികടന്ന് ജയിക്കുക എന്ന് പറയുന്നത് സാധാരണ നിലയിൽ അസാധ്യമായൊരു കാര്യമാണ്. പ്രതിഷേധം പ്രകടിപ്പിക്കുക, ഭൂരിപക്ഷം കുറക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ നിലയിലാണ് മത്സരരംഗത്തേക്ക് വന്നത്. പിന്നീട് UDF നിരുപാധികമായി പിന്തുണക്കാൻ തയ്യാറായി. അപ്പോഴും ജയിക്കും എന്ന് കരുതിയിരുന്നില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 44,000 വോട്ട് UDFന് ലഭിച്ചിരുന്നു. എന്നിട്ടും 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDFന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷം തന്നെ 44,000 ഇവർക്ക് കിട്ടിയെടുത്ത് 94,000 വോട്ടാണ് LDF സ്ഥാനാർത്ഥി കിട്ടിയത്. പക്ഷെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ പാർട്ടിക്കുള്ളിൽ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ സത്യമാണ് എന്ന് ബോധ്യമുള്ള വലിയ വിഭാഗം ആളുകളുണ്ടായിരുന്നു. പാർട്ടിക്കകത്ത് തന്നെ അന്നുകൊണ്ട് ഇന്നുമുണ്ട്. അപ്പോൾ അവരുടെ വോട്ടുകൾ ലഭിക്കും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഭൂരിപക്ഷം കുറക്കാൻ സാധിക്കും എന്ന ഒരു പ്രതീക്ഷയിൽ മത്സരരംഗത്തേക്ക് വന്നത്. അപ്പം അത് യാഥാർത്ഥ്യമായി എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യമായി എന്ന് മാത്രമല്ല, പോളിംഗ് കഴിയുന്നത് വരെ ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. പക്ഷെ പോളിംഗ് കഴിഞ്ഞ് വോട്ട് ചെയ്ത ജനങ്ങളുടെ ഒരു പ്രതികരണം, ചിലർ എന്നോട് നേരിട്ട് പറഞ്ഞത്, ചിലർ മറ്റുള്ളവരോട് പറഞ്ഞ് അറിഞ്ഞത്, അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയപ്പോൾ ഒരു വിജയപ്രതീക്ഷ പോളിങ്ങിന് ശേഷം ഉണ്ടായിരുന്നു. ആ വിജയപ്രതീക്ഷ ശരിയായിരുന്നു എന്നതാണ് കൗണ്ടിങ്ങിന് ശേഷം നമുക്ക് കാണാൻ സാധിച്ചത്. പാർട്ടിയെ വെല്ലുവിളിക്കണം എന്നുള്ള ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. പക്ഷെ പാർട്ടി തെറ്റിലേക്കാണ് പോകുന്നത് എന്നും ആ തെറ്റ് തിരുത്തിയാൽ മാത്രമേ നിലനിൽക്കാൻ സാധിക്കൂ എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പോരാട്ടം നടത്തിയത്.
ഞാൻ എൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ച ഒരു കാര്യം തിരുത്തുന്നില്ലെങ്കിൽ ബംഗാൾ കേരളത്തിലും ആവർത്തിക്കും എന്നതാണ്. കാരണം കേരളത്തിൽ എല്ലായിടത്തും പാർട്ടിക്കുള്ളിൽ അസംതൃപ്ത വിഭാഗം കൂടിക്കൂടി വരികയാണ്. അത് ബംഗാളിലെ പോലെ ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഏത് സമയത്തും ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്താം. ഇതിനു മുമ്പ് ഒരിക്കലും കേരളത്തിലെ പാർട്ടിയിൽ കാണാത്ത വിധത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേതൃസ്ഥാനത്തുള്ളവർ പാർട്ടിയെ വെല്ലുവിളിച്ച് മത്സരിക്കാൻ സന്നദ്ധമായത്. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ജി സുധാകർ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന ടി കെ ഗോവിന്ദ മാസ്റ്റർ, ഇതുപോലെ ഒട്ടേറെ ആളുകൾ. ഇതിനു മുമ്പ് കേരളത്തിലെ പാർട്ടിക്ക് അകത്ത് ഉണ്ടാകാതിരുന്ന ഒരു കാര്യമാണ്. ഈ പാർട്ടിയിലെ സാധാരണ ജനങ്ങൾ, മെമ്പർമാർ, കമ്മിറ്റി അംഗങ്ങൾ ഭയം കൊണ്ടൊന്നും പറയാൻ സന്നദ്ധമാകാത്തൊരവസ്ഥ ഇപ്പം നിലവിലുണ്ട്. ആ ഭയം അകറ്റാൻ ഈ സ്ഥാനാർത്ഥിത്വവും ഈ മത്സരവും പ്രയോജനപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നതിന് വേണ്ടി നേരത്തെ ഒറ്റപ്പെട്ട രീതിയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിശക്തമായി ഈ തെരഞ്ഞെടുപ്പ് പരാജയ കാരണത്തെ സംബന്ധിച്ച് അതിശക്തമായ വിമർശനങ്ങളാണ് പാർട്ടി കമ്മിറ്റികളിലെല്ലാം ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് സംഘടനകത്തും ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. അല്ല, പാർട്ടിക്കകത്ത് ഇങ്ങനൊരു ഭയം നിലനിൽക്കെ എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി താങ്കൾ തന്നെ പറഞ്ഞതുപോലെ മുതിർന്ന നേതാക്കൾ, അതിൽ തന്നെ CPM-ന്റെ തന്നെ 60 MLA-മാരോ മുൻ MLA-മാരോ പാർട്ടി വിട്ടുപോകുന്നത്? ഈ ഭയത്തിന്റെ സാഹചര്യം മറികടക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനൊരു പൊട്ടിത്തെറി എന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും അത്തരമൊരു സ്ഥിതിവിശേഷം എന്തുകൊണ്ടാണ് വന്നത്? അല്ല, ഈ ഭയം 2 കാരണങ്ങളാലാണ്. ഒന്ന്, പുതുതായി പാർട്ടിയിലേക്ക് വരുന്ന വിദ്യാർത്ഥി രംഗത്ത് നിന്നുള്ള ആളുകൾ, അവർ തൊഴിലും മറ്റുമൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് വരുന്നത്. അവർക്ക് പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിൽ എത്തിച്ചേരുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായി അധികാര കേന്ദ്രങ്ങളിലേക്കും എത്തുക എന്നതും അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് രണ്ടും എത്തണമെങ്കിൽ നേതൃത്വത്തെ പ്രീതിപ്പെടുത്തണം. നേതൃത്വത്തെ വിമർശിച്ചാൽ അവർ നേതൃത്വത്തിൻ്റെ കണ്ണിലെ കരടായി മാറും. അപ്പം അതുകൊണ്ട് നേതൃത്വം പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് അതിന് ഏസ്മോളി പോകുന്ന ഒരു നില ഇപ്പോഴും. സാധാരണ പാർട്ടി മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം, താഴെത്തലത്തിലുള്ള നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം നിലപാടുകളെ എതിർത്താൽ, നേതൃത്വത്തിൻ്റെ തെറ്റായ നടപടികളെ എതിർത്താൽ പല നിലയിലുള്ള ഭീഷണികൾ ഉയർന്നു വരികയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ജീവിക്കാൻ സാധിക്കാത്ത ഒരു നിലയിലേക്ക് പ്രാദേശികമായി കാര്യങ്ങൾ പോകുന്നു. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഈ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് ഫാസിസത്തിൻ്റെ ഒരു രീതിയാണ്. അതാണ് ഇന്ന് CPM അനുവർത്തിക്കുന്നത്. CPM ഒരു ഫാസിസ്റ്റ് ലൈൻ പിന്തുടരുന്നു എന്നാണോ? ഫാസിസ്റ്റ് ലൈൻ പിന്തുടരുന്നു എന്നുള്ളതല്ല, ഇപ്പോൾ ഒരു ഏകാധിപത്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉൾപാർട്ടി ജനാധിപത്യവും ജനാധിപത്യ കേന്ദ്രീകരണവുമാണ്. ഇത് രണ്ടും പരസ്പര പൂരകമാണ്. ഒന്നിനെ അവഗണിച്ചുകൊണ്ട് മറ്റൊന്ന് മാത്രം മേൽക്കൈ നേടാൻ പാടില്ല. പക്ഷെ ഇന്ന് ഉൾപാർട്ടി ജനാധിപത്യം തീരെ ഇല്ലാത്ത അവസ്ഥയിലേക്ക്, ജനാധിപത്യ കേന്ദ്രീകരണം മാത്രം നടക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുക. അപ്പം ആ ജനാധിപത്യ കേന്ദ്രീകരണം എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യത്തിലേക്കുള്ള പോക്കിൻ്റെ ഭാഗമാണ്. കാരണം ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ നേതൃത്വമാണ്. അത്
വിപുലമായ രീതിയിൽ ചർച്ച ചെയ്ത് ശരിയായ ഒരു നിലപാടിലേക്ക് എത്തിയെടുക്കുന്ന തീരുമാനമാണ്. പക്ഷെ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങളാൽ വിശദമായ ചർച്ച, ഉള്ളു തുറന്ന് ചർച്ച, ഭയമില്ലാത്ത ചർച്ച നടക്കുന്നില്ല. ഒരാളൊരു കാര്യം പറഞ്ഞാൽ അത് അപ്പടി അംഗീകരിച്ച് പോകുന്ന നിലയിലേക്ക്, ഒരാളുടെ തീരുമാനം അടിച്ചേൽപ്പിക്കുകയോ അംഗീകരിക്കപ്പെടുകയോ ചെയ്യുന്ന രീതിയിലേക്ക് മാറിപ്പോവുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഏകാധിപത്യ രീതിയിലേക്കുള്ള പോക്ക്. ഉൾപാർട്ടി ജനാധിപത്യം പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് ജനാധിപത്യ കേന്ദ്രീകരണം മാത്രം നടപ്പാക്കുന്ന രീതിയിലേക്ക് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകുന്നു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഗുണകരമല്ല. അപ്പം അത് ഫാസിസത്തിൻ്റെ ഒരു രീതിയാണ് എന്നത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഫാസിസത്തിലേക്ക് പോകുന്നു എന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭയത്തിന്റെ അവസ്ഥ ഈ പറഞ്ഞല്ലോ പാർട്ടിക്കുള്ളിലുണ്ടായിരുന്ന, അത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, പരാജയത്തിന് ശേഷം ഏതെങ്കിലും രീതിയിൽ മാറ്റം വന്നിട്ടുണ്ടായി തോന്നുന്നുണ്ടോ? മാറ്റം കാര്യമായ രീതിയിൽ വന്നു എന്ന അഭിപ്രായമില്ല. പക്ഷേ താഴെത്തലത്തിൽ മാത്രമല്ല, സംസ്ഥാന കമ്മിറ്റിയിൽ എന്ത് നടന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ, ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ താഴെ ഘടകങ്ങളിലെല്ലാം അതിരൂക്ഷമായ വിമർശനം ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ഇല്ലാത്ത വിധത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ആ നിലയിലേക്ക് ഒരു ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ കണ്ണൂരിലെയും അതുപോലെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പാർട്ടിയുടെ നിലനിൽപ്പിനെ സഹായിക്കുന്നത് പല ഘടകങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് ഈ ജോലി കിട്ടുക, സഹകരണ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ. അപ്പം പാർട്ടി അങ്ങനെ നിലനിൽക്കുന്നത് അത്തരത്തിലുള്ള ചില ഇതിലൂടെയാണ്. മറ്റേ ഐഡിയോളജിക്കലി മാത്രമല്ലല്ലോ, ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു ആഭിമുഖ്യത്തിൽ മാത്രമല്ല, ഈ തലങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് കണ്ണൂരിലെ ഈ സഹകരണ സ്ഥാപനങ്ങൾ, അതുപോലെ മറ്റു സ്ഥാപനങ്ങൾ പാർട്ടിയുടെ ഒരു ജീവനാഡിയായിട്ട് വർക്ക് ചെയ്യുന്നത്? അല്ല, ഈ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് തന്നെ സംഘടനാ വിഷയങ്ങളിൽ, പാർട്ടിയുടെ നിലപാടുകളിൽ സ്വതന്ത്രമായ അഭിപ്രായമുണ്ട്. പക്ഷേ അഭിപ്രായം പ്രകടിപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഭയം, അവികാരത്താൽ സാധിക്കുന്നില്ല. പക്ഷെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരുടെ വികാരം പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കുകയാണ്. ആർക്ക് വോട്ട് ചെയ്തു എന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരവസ്ഥ ഇന്ന് നിലവിലില്ലല്ലോ. അപ്പം അത് പ്രകടിപ്പിക്കുകയാണ്. ആ പ്രകടനത്തിൻ്റെ ഭാഗമാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും കണ്ടത്. പയ്യന്നൂരിൽ 50,000 ഭൂരിപക്ഷം എന്നത് മറികടക്കാൻ സാധിച്ചു എന്നും 7,500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധിച്ചു എന്നതും ഈ ഒരു ഭയരഹിതമായി വോട്ട് ചെയ്യാൻ, കാരണം പാർട്ടിക്കുള്ളിൽ അഭിപ്രായം പറയുമ്പോഴേ ഭയമുള്ളൂ, വോട്ട് ചെയ്തത് ആരാന്നറിയില്ല. ഈ കഴിഞ്ഞ തവണ 94,000 വോട്ട് ലഭിച്ചിടത്ത് ഇത്തവണ 69,000 വോട്ടാണ് LDFന് ലഭിച്ചത്. പയ്യന്നൂർ മണ്ഡലത്തിൽ 25,000 വോട്ട് കുറഞ്ഞു. ആ 25,000 വോട്ട് എനിക്ക് കൂടിയിട്ടുണ്ട്. എനിക്ക് 32,000 ചില്ലറ വോട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭയമുണ്ടെങ്കിലും ഇതുപോലുള്ള ആളുകൾ അറിയാത്ത രീതിയിൽ പ്രകടിപ്പിക്കാൻ സഖാക്കൾ സന്നദ്ധമാകുന്നു എന്നത് ഈ ഒരു വെല്ലുവിളിയെ അതിജീവിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. താങ്കൾ ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ ഈ കണ്ണൂര് തന്നെ എടുത്താൽ ഈ ഭയം എന്ന് പറയുന്ന ഒരു അദൃശ്യമായിട്ടുള്ള ഒരു സാന്നിധ്യം, ഭയങ്കര ശക്തമായ സാന്നിധ്യം, അത് എന്ന് മുതലാണ് അനുഭവപ്പെട്ടു തുടങ്ങിയത്? ഒരു കാലഘട്ടം പറയാൻ പോകുന്നത്? അങ്ങനെ ഒരു കാലഘട്ടം പറയാൻ സാധിക്കില്ല. അത് ഈ പാർട്ടിക്കകത്ത് ഈ ഭരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അധികാരം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോൾ സംസ്ഥാന തലത്തിൽ അധികാരമില്ലെങ്കിലും, സംസ്ഥാന ഗവൺമെൻറ് കയ്യിലില്ലെങ്കിലും, തദ്ദേശ സ്ഥാപനങ്ങൾ, നിരവധി സഹകരണ സ്ഥാപനങ്ങൾ, ഇതൊക്കെ അധികാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഞാൻ അത് വ്യക്തമായി ചോദിക്കാം. ഒന്ന് പറഞ്ഞാൽ ഒരു
16 വർഷത്തോളം പിണറായി വിജയൻ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് പല ഗവൺമെന്റുകളിൽ ഡീഫിന്റ് വന്നിട്ടുണ്ട്. പക്ഷേ പാർട്ടിയുടെ ഭയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2016 അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത്. പിന്നീട് തുടർച്ചയായിട്ട് 10 വർഷം ഭരിക്കുന്നത്. അപ്പൊ ഈ കാലങ്ങളുടെ ഒരു ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഒരു കാലം എന്ന് പറയുന്നത് പാർട്ടി ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ പറയുന്നത് ഒരു വലിയ സമരത്തിന്റെ സമയമായിരുന്നു. എന്താണ്, വിമതമായ അഭിപ്രായം പറയുന്നവരെയോ അല്ലെങ്കിൽ എതിർക്കുന്നവരെയോ അടിച്ചമർത്തുകയും പാർട്ടിയുടെ കമ്മിറ്റികളിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു കാലം നമ്മുടെ മുന്നിൽ വ്യക്തമായി ഉണ്ട്. അതാണ് ഞാൻ ചോദിക്കുന്നത്, ഈ ഭയം എന്ന് പറയുന്നത് അത് എന്ന് മുതലാണ് നമ്മളൊക്കെ അനുഭവിച്ചു പോയത്? ഇതിലെന്താന്ന് പറഞ്ഞാൽ ഈ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഈ പഴയകാല നേതാക്കന്മാർ ഏറ്റവും ഒടുവിൽ ചടയൻ ഗോവിന്ദൻ വരെ തെറ്റ് ഉണ്ടെങ്കിൽ തിരുത്താൻ ആവശ്യമായ ഇടപെടൽ അവർക്ക് നടത്താൻ സാധിക്കുമായിരുന്നു. പക്ഷെ പിണറായിയുടെ കാലം മുതൽ ഇങ്ങോട്ട്, പിണറായി നിങ്ങൾ അത് സൂചിപ്പിച്ചല്ലോ, പിണറായി പാർട്ടി സെക്രട്ടറിയായി വന്ന കാലം മുതൽ തിരുത്താനുള്ള ഒരു ശക്തി VS മാത്രമാണ്. പക്ഷെ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത VSനെ പിന്തള്ളുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ആ വിഭാഗീയതയിൽ മേൽക്കൈ നേടാൻ VSന് പല കാരണങ്ങളാലും സാധിച്ചില്ല. അപ്പം അതോടുകൂടിയാണ് ഈ ഒരു രീതിയിലേക്ക് കേരളത്തിലെ പാർട്ടി മാറിയത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. അന്നൊക്കെ അങ്ങയുടെ പോലുള്ളവരുടെയൊക്കെ നിലപാടുകൾ എങ്ങനെയായിരുന്നു ഈ വിഷയങ്ങളിൽ? നമ്മൾ കാണുകയാണ്, കണ്ണൂരടക്കം CKP അടക്കം നമ്മുടെ അനുഭവത്തിലുണ്ട്. അപ്പൊ അത്തരം നിലപാടുകളൊക്കെ എടുക്കുമ്പം അങ്ങ് എങ്ങനെയായിരുന്നു അങ്ങയുടെ ഒരു സമീപനം? അല്ല, ഞാൻ എല്ലാ കാലത്തും പാർട്ടിക്കകത്ത് തെറ്റിനെ വിമർശിച്ചു വന്നിട്ടുള്ള ഒരാളാണ്. അത് ഈ വിഭാഗീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ടും VSനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടക്കുമ്പോഴും എല്ലാം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല, അങ്ങനെ പറയുന്ന പലരും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ പറയുന്ന ജനാധിപത്യ കേന്ദ്രീകരണം എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വം തീരുമാനം അംഗീകരിച്ചു കൊള്ളണം എന്ന നിലയിലുള്ള ഒരു അടിച്ചേൽപ്പിക്കൽ രീതി അതിൻ്റെ ഭാഗമായി അത്